തെക്കൻ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് നട്ടാലം എന്ന സ്ഥലത്ത് മരുതക്കുളങ്ങര എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന നായർ കുടുംബത്തിൽ 1712 ദേവസഹായം പിള്ള ജനിച്ചു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഐശ്വര്യ സമൃദ്ധി കൊണ്ടും സാൻമാർഗികവും സാത്വികവുമായ ജീവിത രീതി കൊണ്ടും അക്കാലത്ത് പ്രശസ്തമായിരുന്നു. കുടുംബത്തിൽ ബ്രാഹ്മണ സംബന്ധം ഉണ്ടായിരുന്നതിനാൽ കാലോചിതമായ വിദ്യാഭ്യാസം കുടുംബാംഗങ്ങൾക്കെല്ലാം സിദ്ധിച്ചിരുന്നു. വിശേഷിച്ചും ദേവസഹായം പിള്ള സംസ്കൃതം, മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഈ ഭാഷകളിൽ അസാമാന്യ വൈദഗ്ധ്യം സമ്പാദിച്ചിരുന്നു. കൂടാതെ വേദാന്തം, വ്യാകരണം മുതലായ പ്രൗഢവിഷയങ്ങളിലും പുരാണ പാരായണം, ആയുധം മുതലായവയിലും തൻ്റെ ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിച്ചിരുന്നു. വിവിധ വൈദഗ്ധ്യം നേടിയ നീലകണ്ഠൻ 1740 28-ാം വയസ്സിൽ പത്മനാഭപുരം കൊട്ടാരത്തിൽ സർക്കാർ സേവനങ്ങൾ അനുഷ്ഠിക്കാൻ ഒരു ഉദ്യോഗസ്ഥനായി പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ സേവനത്തിൻ്റെ ഫലമായി നീലകണ്ഠൻ സർക്കാരിൻ്റെ വിശ്വസ്തനായ ഒരു നല്ല സേവകനായിത്തീർന്നു. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെയും ഭരണസാരഥ്യം വഹിക്കുന്ന മന്ത്രിമുഖ്യന്മാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായി അദ്ദേഹം വളർന്നു. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ വിശ്വാസ പരിണാമങ്ങളിലൂടെ കടന്ന് അദ്ദേഹം ക്രൈസ്തവ മാർഗം സ്വീകരിച്ചപ്പോൾ ഭരണസാരഥ്യത്തിൻ്റെയും ഉന്നതാധികാരികളുടെയും അനുകൂലത നഷ്ടപ്പെട്ടു. രാജ്യവും രാജാധികാരങ്ങളും അദ്ദേഹത്തിനെതിരായി. അങ്ങനെ വിശ്വാസത്തെ പ്രതി വൈതരണികളിലൂടെ നടന്നു പോകേണ്ടി വന്ന ദേവസഹായം പിള്ളയുടെ ജീവിതത്തിൻ്റെ ഹ്രസ്വമായ ഒരു ആവിഷ്കാരമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം രക്തസാക്ഷിയായ ദേവസഹായം പിള്ള. Now. Cavalry! Charge! മഹത്തുക്കളെ, മന്ത്രിമുഖ്യന്മാരെ, അഭ്യുദയകാംക്ഷികളെ, കുളച്ചൽ യുദ്ധമെന്ന മഹാപ്രതിസന്ധിയെ നാം അതിജീവിച്ചിരിക്കുന്നു. ഡച്ച് ഭരണാധിപന്റെ കുടിലതന്ത്രങ്ങൾക്ക് നമ്മെ കീഴ്പ്പെടുത്താനായില്ല. ഈ പോരാട്ടത്തിൽ എന്നോടൊപ്പം അണിചേർന്ന് എല്ലാവരോടുമുള്ള എൻ്റെ കൃതജ്ഞതയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത് പ്രത്യേക താളിയോലയിൽ എഴുതി രാജാവിൻ്റെ മുദ്ര ചാർത്തി നമ്മുടെ നാട് മുഴുവനും നിങ്ങൾ അറിയിക്കണം. അനന്തപത്മനാഭൻ നാടാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങയോടൊപ്പം ഈ പോരാട്ടത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. നാടിന്റെ രക്ഷയ്ക്കായുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ പങ്ക് യഥായോഗ്യം നിറവേറ്റാനായി ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. ഭാഗ്യത്തിന് എല്ലാം നാം നിരൂപിച്ചതുപോലെ വന്നു. 7 ആശാന്മാരുടെയും സർവ്വസന്നാഹത്തോടു കൂടിയ പോരാട്ടം നമുക്ക് അനുകൂലമായി. അനന്തപത്മനാഭ നാടാർ നയിച്ച സംഘത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. രാമയ്യൻ തലവേ, നീലകണ്ഠൻ എന്നിവരോടുള്ള നമ്മുടെ കടപ്പാട് അറിയിക്കുന്നു. ഈ യുദ്ധവിജയം നാടിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെടും. വൈദേശിക ശക്തികളെ തുരത്താൻ നാം കഴിവ് പ്രാപിച്ചിരിക്കുന്നുവെന്ന് ലോകമുമ്പിൽ തെളിയിക്കപ്പെട്ട ഒരു സന്ദർഭമാണിത്. പ്രഭോ, യുദ്ധവിജയികളെ അഭിനന്ദിക്കുന്ന അങ്ങയുടെ വലിയ മനസ്സിന് പ്രത്യേക നന്ദി. തീരപ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികളും ആശാന്മാരും നാടിനു വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച യോദ്ധാക്കളും ഈ വിജയത്തിന് കാരണമായി. അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ ധീരയോദ്ധാക്കൾ ആരൊക്കെയാണെന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവരും അറിയേണ്ടതിന് ഒരു പ്രത്യേക വിളംബരം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും അടിയന് അനുവാദം തന്നാലും. എല്ലാം ഉചിതമാം വണ്ണം ചെയ്തു കൊള്ളുക. തിരുവിതാംകൂർ മഹാരാജാവ് നീണാൾ വാഴട്ടെ. കുളച്ചൽ യുദ്ധത്തിൽ പിടിയിലായ ഡച്ച് സൈന്യാധിപൻ ഇവനാണ് പ്രഭു. തന്ത്രപൂർവമായ കരുനീക്കങ്ങളിലൂടെ പലപ്പോഴും നമ്മുടെ യോദ്ധാക്കളെ വലച്ച തന്ത്രശാലിയാണിവൻ. ഇവന്റെ നാവികസേനയെ തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ പാടുപെട്ടു. അർഹമായ ശിക്ഷ അങ്ങിവന് കൽപ്പിക്കണം പ്രഭു. അങ്ങയുടെ മുമ്പിൽ ഇതാ ഇവനെ ഞങ്ങൾ സമർപ്പിക്കുന്നു.
What's your name? My name is Eustachius de Lannoy. Oh, you have harmed our country a lot. I am the commander-in-chief of the army of my country. I have fulfilled that work faithfully, and am bound to do it, whether in the face of battle or in the face of death. I did the same in the Caulical battle. It is true that my struggles are against your country. But as a general, I am grateful that I have completed my work. I will accept any punishment you give me. തൽക്കാലം ഇയാളെ കൽത്തുറങ്കിൽ അടയ്ക്കൂ. ബാക്കി നടപടികൾ ഞാൻ പിന്നാലെ പറയാം. നീലകണ്ഠൻ, താങ്കൾ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? യുദ്ധ തടവുകാരനായി പിടിച്ചുകൊണ്ടുവന്ന ഒരു വിദേശ സൈന്യാധിപനെ നമ്മുടെ നാടിന്റെ സൈന്യാധിപനാക്കുകയും, ഹോ, എന്തൊരു വൈപരീത്യമാണിത്! കുശാഗ്ര ബുദ്ധിക്കാരനായ താങ്കളുടെ ബുദ്ധിയിൽ ഇതെങ്ങനെ ഉദിച്ചു? ഞാനല്ല, രാജാവ് തിരുമനസ് തോന്നി അദ്ദേഹത്തിന് സ്ഥാനാരോഹണം നൽകിയതാണ്. ഈശ്വര, വിനാശകാലെ വിപരീത ബുദ്ധി, അല്ലാതെ എന്തു പറയാൻ? രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ രഹസ്യങ്ങളെല്ലാം ഈ വിദേശി ചോർത്തിക്കൊണ്ടുപോകില്ലെന്ന് ആരറിഞ്ഞു? അങ്ങനെ ഒരു ആളാണ് ഡിലനോയ് എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചതിയനല്ല. വഞ്ചിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ ഈ സ്ഥാനം ഏറ്റെടുക്കില്ല, അത് തീർച്ചയാണ്. തിരുവിതാംകൂർ മഹാരാജ്യത്തിൽ മഹാന്മാരായ നേതാക്കളും ധൈര്യശാലികളായ യോദ്ധാക്കളും മഹത്തുക്കളായ വിവേകമതികളും ഇല്ലാത്തത് കൊണ്ടാണോ വിദേശത്ത് നിന്ന് സൈന്യാധിപനായി മറ്റൊരാളെ കൊണ്ടുവരുന്നത്? ഇത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്ന് എൻ്റെ മനസ്സ് പറയും. ഡച്ച് സാമ്രാജ്യം അതിൻ്റെ സൈന്യബാഹുല്യം കൊണ്ട് പുകൾക്കൊണ്ട സാമ്രാജ്യമാണ്. അവരുടെ സാങ്കേതിക തികവുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവരിലൊരാൾ ആത്മാർത്ഥമായി നമ്മെ സേവിച്ചാൽ ആധുനിക സങ്കേതങ്ങളെക്കുറിച്ച് നമ്മുടെ സൈന്യത്തെ പഠിപ്പിക്കും. അത് തുടർന്നുള്ള യുദ്ധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും നമ്മെ ഇരട്ടി ശക്തിയുള്ളവരാക്കി മാറ്റും. എന്തായാലും ഞാൻ എൻ്റെ വിയോജിപ്പ് രാജാവിനെ അറിയിക്കും. അടിയൻ നീലകണ്ഠൻ, ഡിലനോയെ അദ്ദേഹത്തിന്റെ ചുമതലകളെ കുറിച്ച് ബോധ്യപ്പെടുത്തിയായിരുന്നോ? അതേ തിരുമേനി, ബോധ്യപ്പെടുത്തി. പക്ഷേ ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് ചില എതിർപ്പുകളൊക്കെ കേൾക്കുന്നുണ്ട്. ആ, അത് നമ്മുടെ ശ്രദ്ധയിലും വന്നു. എന്നാൽ എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഡിലനോയെ ഒന്ന് വിളിക്കൂ. Delanoy, how is life? Sorry to keep you in jail for a while. Now, you are a very dear personality to us. Your Majesty, I find it as a miracle that you have freed me. Thank you for accepting and trusting me. I will faithfully perform any task entrusted. After being released from prison, the country is giving me good reception. By God's grace, I was also able to enter into a family life. I find this country welcoming, and I want to live for this country. Dear friend Delanoy, recognizing your intelligence and versatility, our king wants to utilize your ability for the development of the kingdom. Thank you for this recognition. Tirumanase, we want to build a military fort on Udayagiri Hill. My proposal is that 85 acres of land should be set aside for that purpose. We should build 2 forts like this on the west side of Padmanabhapuram Palace. Thus, expansion should be made possible by using advanced techniques in the military sector. I am ready to do what is required for the development of the country, and modernizing its defense systems will be my top priority. My recommendation is to build a fort, and I have one humble wish that I beg you to grant me. Say whatever you want. I am obliged to make it possible. I want to build a small church near this fort that we will be building. As you know, I am a Christian, and this humble request to build a church is for me and my family to go and worship. As you wish. Permission has been granted. Neil Candon, did you not pay the workers who built the fort yesterday? They are protesting without working. What should I do? Oh, salary could not be paid yesterday. The amount could not be withdrawn from Candon, did you not pay the workers who built the fort yesterday? They are protesting without working. What should I do? Oh,
salary could not be paid yesterday. The amount could not be withdrawn from Srivanda. I am sorry. I will settle their salary tomorrow itself. I have seen a young man in Nilkantan who does everything with precision and agility. What's up now? Usually you don't have a tendency to shy away from responsibilities like this. Tell me, what is the problem that is plaguing your mind? Everything has a solution, and as a close friend of mine, can't you share your worries with me? What is your problem, Nilkandan? ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് സാർ ഈ നാളുകളിൽ ഞാൻ കടന്നു പോകുന്നത്. To whom shall I share my pains? If I share it, there will be no one who can understand it. Every day when I come to this palace for official work, I try to smile and be cheerful with everyone. No matter how much I act now, I cannot forget my sorrows. It is a pity that the laborers who are building the military fort cannot be paid properly. That is my fault. I will not repeat such accusations. What is your problem, Nilkandan? Tell me. Sir, I have told you about the cow farm in my house before. Around 25 cows have died in the last 1 month. All our farms are in total loss. Moreover, there have been 5 deaths in my family in the last 1 month. I approached many people with great sadness. I went to all the temples and prayed. I saw many teachers to solve the problem. Everyone says that our family has the wrath of the goddess. I don't know how to fix it. Our family who lives with goodness and honesty does not understand why a goddess is angry. Don't understand anything. Don't know how to proceed in life. Worrying about debts, financial pressures, irreparable losses, sir. Don't know what to do. When looking to tomorrow, only emptiness is ahead. Getting weary, sir. Only sleepless nights. I understand your problems. After hearing all this, I have only one thing to say. Do not worry about temporary wealth, which is as fleeting as a bubble on the surface of the water. We should only seek the riches of eternal life. The body perishes, but the soul is immortal. All the joys and sorrows of the world depend on one's mind. In this world, the end of suffering is joy, and the end of joy is suffering. Suffering in the world does not simply come and go. Each of it has a purpose and a meaning. God is our Father. He loves us. He desires that we live a complete, abundant, and a happy life. Nilkandan, believe me, God delivers and saves us from all evil. I am also a believer, sir. I have done many pilgrimages, but I could not find the relief I wanted. Where shall I find a comforting God? Nilkantan, do you know about Jesus? Let me introduce you to a God who can solve your problems. Oh, I want to hear about Jesus. Jesus can provide comfort and solution to all your problems. Moreover, Jesus can turn the adversity we face into a path to eternal life. Eternal life? What do you mean by that? There is only one God. He is a loving Father to all. We are all children of one God. God wants people to live in holiness and love. As we know, it is often not possible with humans. Humans are always enslaved to sin, evil, and worldly desires. So God sent His own Son to save fallen humans. Jesus Christ is the Son of God who came into this world. There are sacrifices mentioned in all your Vedas for atonement. Jesus Christ came into this world to become the sin offering. There are no remedial actions left. Jesus has done everything we need. If we believe in Jesus, there is a solution for our sins. If we have an atoned life, we will all become heirs of eternal life. That is, our life does not end in this world. Beyond this worldly life, there is an eternal life that God gives us.
It is a life of great happiness without the troubles of this world. It's an extraordinary experience where we dwell with God. Human life is a time to attain that eternal life. If you accept and believe in Jesus and live a holy life, you too can have that eternal life. Don't spend your life only in the problems of this world. Leave in this world to the eternal life. I will give you a Bible and you must read it and understand these truths. Will the gospel you preach solve my problems? Of course. Dear friend, don't worry. I need to spend a little more time on meditating and get things in my mind with more clarity. Everything will be fine. എന്ത് പറ്റി? എന്താ ഇങ്ങനെ വിഷമിക്കാൻ കാരണം? ഒരിക്കലും ഇല്ലാത്ത സങ്കടങ്ങളുമായിട്ടാണല്ലോ ഇപ്പോൾ വീട്ടിൽ വരാറ്. എന്താണ് പ്രശ്നമെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയൂ. ഈ നാളുകളിൽ നമ്മുടെ കുടുംബം കടന്നു പോകുന്ന സങ്കടങ്ങൾ നീ അറിയുന്നതല്ലേ? ഒന്നിനും ഒരു ശാശ്വത പരിഹാരമില്ല. എന്നാൽ ഇന്ന് നമ്മുടെ പുതിയ സൈന്യാധിപനുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. പുതിയൊരു ആത്മീയ വഴി എൻ്റെ മുമ്പിൽ തുറന്നു വന്നു. ഞാൻ വളരെ കൺഫ്യൂസ്ഡാണ്. എന്ത് തീരുമാനിക്കണമെന്നറിയില്ല. എനിക്ക് കുറച്ചു നേരം ധ്യാനിക്കണം. നീ മറ്റു ജോലികൾ ചെയ്യൂ. ഞാനിവിടെ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കട്ടെ. ഭാർഗവി, ഭാർഗവി, ഇതാ വരുന്നേ. ഭാർഗവി, എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ശക്തി എന്നിലേക്ക് വന്നു. യേശു ക്രിസ്തുവാണ് സത്യദൈവം. ഞാനത് മനസ്സിലാക്കി. വചന വെളിച്ചം എനിക്കുണ്ടായി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി എന്നൊന്നുണ്ട്. അത് എന്നിലേക്ക് വന്നു. എനിക്ക് ബോധ്യമുണ്ട്. എനിക്കത് അറിയാം. നമ്മുടെ ദുര്യോഗങ്ങളൊക്കെ മാറും ഭാർഗവി. സത്യമാണ്. സ്വർഗീയ സന്തോഷം നമ്മിലേക്ക് വരും. ഞാൻ യേശുക്രിസ്തുവിലായി പുതിയ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ എന്തു ചെയ്യും? ഉന്നത കുലജാതരായ കുടുംബങ്ങളിൽ നിന്നും ഒരാൾ മതം മാറിയാൽ, അതും താഴ്ന്ന ജാതിക്കാർ ഒരുപാടുള്ള ഒരു മതത്തിലേക്ക് മാറിയാൽ, നമ്മുടെ തറവാടും കുടുംബക്കാരും എങ്ങനെ പ്രതികരിക്കുമെന്ന് ഊഹിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങേ തീരുമാനത്തിൽ നിന്ന് മാറണം. ഞാൻ പിന്മാറില്ല. സത്യം അറിഞ്ഞിട്ടും അതിനെ മറച്ചു പിടിക്കാൻ എനിക്കാവില്ല. കുടുംബ മഹിമയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പടിയടച്ച് പിണ്ടം വയ്ക്കും. അതാണല്ലോ നമ്മുടെ നാട്ടുനടപ്പ്. ഞാനും എൻ്റെ കുട്ടികളും ഒറ്റപ്പെടും. നമുക്ക് അഭയമില്ലാതെ ആയിപ്പോകും. ദൈവം ഒന്നല്ലേ ഉള്ളൂ. ആ ദൈവത്തെ നമുക്ക് മനസ്സിൽ ആരാധിച്ചാൽ പോരെ? ആരാധനമൂർത്തിയെ എല്ലാവരോടും പറയണോ? വിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ, അത് രഹസ്യമായി സൂക്ഷിച്ചാൽ പോരെ? യേശുവിനെ വിശ്വസിക്കുന്നതിൽ ഞാൻ എതിരല്ല. പക്ഷേ ഇങ്ങനെ സ്വന്തം വിശ്വാസം ഏറ്റുപറഞ്ഞ് നാട്ടുകാരുടെ വിരോധവും കുടുംബക്കാരുടെ വിരോധവും നാം എന്തിനാണ് ഏറ്റുവാങ്ങുന്നത്? ഭാർഗവി, ജീവിതത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും നീ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. നീയും സത്യദൈവത്തെ അറിയണം. ഈ ഒരു സന്ദർഭത്തിൽ നീ എന്നോടൊപ്പം നിൽക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിനുള്ളവർ തന്നെ ആയിരിക്കും. ഞാൻ എന്നും അങ്ങയുടേത് തന്നെ. ഞാൻ ഒപ്പമുണ്ടാകും. പക്ഷേ മനസ്സിലെ ആകുലതകൾ മായുന്നില്ല. സാരമില്ലടോ.
എല്ലാം ശരിയാകും. നീ സമാധാനമായിരിക്കുക. I decided to accept Jesus Christ as my Lord and Savior. I am interested in walking the path of Jesus Christ and taking up His mission. Sir, I want to be baptized. Can you please help me for that? Neelkundan, as you are an upper caste, this is not easy. But I respect your fervent desire. Although there is risk, there are possibilities. What are those possibilities? Don't try to get baptized in the church near the palace. There is a church in a place called Vaticanculum, which is 33 kilometers from here. The priest there is a friend of mine named Father Batari. Let's go and meet him. Okay, sir. Welcome, dear friends, and peace be with you. Praise be to God. Hope you are fine, dear Father. Yes, I am fine. What is the purpose of this unnotified visit, Eustachius? Father, this is my close friend Neelkundan. He belongs to a very orthodox Hindu family. But a few days ago, he seemed to have lost his mental composure. When I inquired, it was a time when his family went through a lot of pain. I shared the gospel with him when he was reeling and not knowing how to get back to life. As a result of constant praying and reading the scripture, he now accepted Christ in his life and wants to be baptized and join the church. Father, you must help him. I hope you are aware about the social situation in Travancore. If an upper caste converts to Christianity, he has to pay heavy price, like his clan and family will reject him, not to mention, the church that receives the person has to face consequences as well. So it's not easy to get baptized and join the church. Father, you are also a person who crossed the sea from another country and came to our country and spread the gospel to the people here. I am also someone who likes to lead such a sacrificial life. I am ready to lay down my life for Jesus. This is a decision taken after much prayer and meditation. Father, baptism is my birthright, so please don't deny me. Can you tell me a Bible verse that influenced you to live a life like that? Of course. Luke chapter 14, verses 26 to 27. If anyone comes to me and does not hate his father and mother, wife and children, brothers and sisters, yes, and his own life also, he cannot be my disciple. And whoever does not bear his cross and come after me cannot be my disciple. Oh, that's great. Praise be to God. Your commitment amazes me, Mr. Neelkundan. I am no one to prevent you from being baptized, but you should attend the 1-month study sessions. And after that, I will baptize you. Thank you so much, dear Father. ഹോ, ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. എത്ര നാളായി ഞാനും ഈ കുടുംബവും അങ്ങേക്കായി കാത്തിരുന്നിട്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളോട് എല്ലാം ഒന്ന് തുറന്ന് സംസാരിച്ചൂടെ? ഇങ്ങനെ മനസ്സിലൊതുക്കി എത്ര കാലം ജീവിക്കും? എനിക്കൊരു സമാധാനവും ഇല്ല എൻ്റെ ഈശ്വരാ. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? ഇതൊക്കെ അറിയാനുള്ള അവകാശം എനിക്കുമില്ലേ? എന്താ പറ്റിയെന്ന് ഞങ്ങളോടൊന്ന് പറയൂ. ആത്മീയമായ കാര്യങ്ങളിൽ എനിക്ക് ചില മാറ്റങ്ങൾ വന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. കഴിഞ്ഞ 40 ദിവസം നിരന്തരമായ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു ഞാൻ. ഒടുവിൽ വിശ്വാസപരമായി പൂർണ്ണമായി മാറാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ പുതിയൊരു മനുഷ്യനാണ്. എന്നിലെ മാറ്റങ്ങൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് നീ. നീ എന്നെ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ച് പറയൂ. യേശുക്രിസ്തുവാണ് സത്യദൈവം എന്ന് ഞാൻ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ വിശ്വാസവും സ്വീകരിച്ചു. സ്നാനപ്പെട്ടു. ക്രിസ്തീയ സഭയിൽ ചേർന്നു. എന്തോന്നാണ് ഈ പറയുന്നത്? ഇതെങ്ങനെ സാധിക്കും? നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച ദൈവങ്ങളെ നമുക്ക് മറക്കാൻ കഴിയുമോ? ആ മാർഗം വിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ?
അതും ഈ ക്രിസ്തീയ മതത്തെക്കുറിച്ച് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? ഈ നാട്ടിലെ അടിമകളുടെ മതമാണത്. അടിമകളുടെ മതം ഉന്നത കുലജാതരായ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ശത്രുക്കളായി മാറും. നമുക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും? ദൈവം ഒന്നേ ഉള്ളൂ. അവിടുന്ന് സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്. മനുഷ്യരായ നമ്മൾ ആ പരമപിതാവിൻ്റെ മക്കളാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഉയർന്നവരും താഴ്ന്നവരും ഒന്നുമില്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നാം അതിൻ്റെ ഭാഗമായാൽ സമഭാവനയോടെ ലോകത്തെ കാണാൻ കഴിയും. ദൈവം ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ഏതെങ്കിലും ദൈവത്തെ സേവിച്ചാൽ പോരെ? ക്രിസ്ത്യാനികളുടെ ദൈവത്തെ തന്നെ സ്വീകരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഭാർഗവി, ദൈവം ഒന്നേ ഉള്ളൂ, ശരിയാണ്. ആ സത്യദൈവത്തെ അറിയുകയാണ് ഈ ജന്മത്തിന്റെ പുണ്യം. ഞാൻ ആ സത്യദൈവത്തെ അറിഞ്ഞു. ആ സത്യദൈവം മനുഷ്യനായി വെളിപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രമേ സത്യദൈവത്തെ അറിയാൻ കഴിയൂ. അതറിയണമെങ്കിൽ നിനക്ക് ദൈവികമായ ഒരു വെളിപ്പാട് ആവശ്യമാണ്. നീ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ആ വെളിപ്പാട് നിനക്ക് തരും. എനിക്ക് ഉറപ്പുണ്ട്. യേശുക്രിസ്തു എന്നോട് സംസാരിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ആ സത്യത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കാവില്ല. മരണം സംഭവിച്ചാലും യേശുവിനായി ഞാൻ ജീവിക്കും. അയ്യോ, അങ്ങനെ ഒന്നും പറയല്ലേ. ഇതൊന്നും കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. അങ്ങേ കൂടാതെ ഒരു ജീവിതം ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ആയിക്കൊള്ളാം. ഭാർഗവി, നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. അപ്പോൾ നിനക്ക് കുറച്ചുകൂടെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തരും. മുട്ടുകുത്ത്, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സത്യദൈവത്തെ അറിയാനുള്ള ഭാഗ്യം അടിയന് അങ്ങ് നൽകിയല്ലോ. ഈ ജീവിതം അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന തുണയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവികമായ വെളിപ്പാട് പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയെ വാസ്തവമായി അറിയാനും അങ്ങയുടെ പാതയിൽ ജീവിക്കാനും ഞങ്ങളെ നിത്യം സഹായിക്കണമേ. ആമേൻ. ഏതോ ഒരു ശക്തി എൻ്റെ മേൽ വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനും യേശുവിനായി ജീവിക്കും. ഭാർഗവി, എന്നെ സ്നാനപ്പെടുത്തിയ ബുട്ടാരി അച്ഛൻ എനിക്ക് പുതിയൊരു പേര് തന്നു. ആഹാ, എന്താണ് ആ പേര്? ദൈവസഹായം. നീ സ്നാനപ്പെടുമ്പോൾ നിന്റെ പേരും മാറ്റപ്പെടേണ്ടതുണ്ട്. ഞാൻ നിനക്ക് ജ്ഞാനപ്പൂ എന്ന് പേരിടുകയാണ്. എനിക്ക് സ്വീകാര്യമാണ്. നാളെ തന്നെ പോയി നമുക്ക് ബുട്ടാരി അച്ഛനെ കാണാം. എന്നിട്ട് നിന്റെ സ്നാനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. ഭാർഗവി, ഭാർഗവി, എന്താണ് നാം ഈ കേൾക്കുന്നത് കുട്ടി? നീയും നിന്റെ ഭർത്താവും കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്? നിങ്ങൾ രണ്ടുപേരും മതം മാറി എന്നുള്ളത് കുടുംബത്തിൽ പരക്കെ സംസാരമായിട്ടുള്ള വിഷയമാണ്. അതിൻ്റെ വാസ്തവം അറിയാനാണ് ഞാൻ വയ്യായെങ്കിലും ഇങ്ങോട്ട് വന്നത്. ഭാർഗവി, നിന്റെ ഭർത്താവ് പഠിപ്പില്ലാത്ത ആളല്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയല്ലേ. എന്നിട്ടും ഇങ്ങനെ അടിമകളുടെ മതം സ്വീകരിക്കാൻ എന്തേ മനസ്സ് വന്നു? മോളെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ആരെങ്കിലും നിങ്ങളെ കൂടോത്രം ചെയ്ത് പറ്റിച്ചോ? ഒന്ന് തെളിവായി പറ. ആരും ഞങ്ങളെ കൂടോത്രം ചെയ്ത് പറ്റിച്ചതല്ല. സ്വമനസാലെ സ്വീകരിച്ചതാണ്. ഞങ്ങൾക്ക് സത്യം അറിയാനുള്ള ഭാഗ്യമുണ്ടായി. സത്യത്തിന്റെ പാതയിൽ ജീവിക്കാൻ തീരുമാനിച്ചു, അത്ര തന്നെ. എന്തൊരു അഹങ്കാരമാണടി നിന്റെ സംസാരത്തിന്. നീ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾക്കൊന്നും പറയാനില്ല. ദേവി കോപം വരുമ്പോൾ എല്ലാം ഏറ്റുവാങ്ങിച്ചോ. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. എന്തായാലും ഈ മാറ്റത്തിൽ നിന്ന് പിന്തിരിയാൻ ഞങ്ങൾ തയ്യാറല്ല. അമ്മേ, ഞാൻ പഴയ ഭാർഗവിയല്ല, ജ്ഞാനപ്പൂ ആണ് എൻ്റെ പേര്. ജ്ഞാനപ്പൂ നശിച്ച് നാമാവശേഷമാവൂടി നീയൊക്കെ. ഗുരുത്വം ഇല്ലാത്തവള് തോന്നിയതുപോലെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാ, നമുക്ക് പോവാം.
എന്താണ് മന്ത്രിമുഖ്യൻ അങ്ങയുടെ മുഖം കോപാവേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? മഹാരാജാവ് എന്നോട് ക്ഷമിക്കും. ഇത്രയും കോപത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വരാൻ പാടില്ല. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെ കോപം വരാതിരിക്കും? പറയൂ, എന്താണ് നിങ്ങളെ വിഷമത്തിലാക്കിയ ആ സംഭവം? അങ്ങ് മാത്രമേ ഇനി അത് അറിയാൻ. കൊട്ടാരത്തിലെ കാര്യനിർവാഹകൻ നീലകണ്ഠൻ മതം മാറി പോലും. മതം മാറിയ വിവരം അങ്ങ് മാത്രമേ ഇനി അറിയാനൂ. രാമയ്യൻ, നിങ്ങൾ നീലകണ്ഠനെ കുറിച്ച് കളവ് പറയരുത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കളവ് പറയുകയോ? ഞാൻ രാജസന്നിധിയിൽ കളവ് പറയുകയോ? കഴിഞ്ഞ ദിവസം ശിങ്കാരം അണ്ണാവിയോട് കൊട്ടാരത്തിൽ വെച്ച് ഒരു വാക്ക് തർക്കം തന്നെ ഉണ്ടായി. നീലകണ്ഠൻ പേര് മാറ്റിയിരിക്കുന്നു. ദേവസഹായം പോലും. യേശുവാണ് ദൈവമെന്ന് പ്രസംഗിച്ച് നടത്തും. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആരാധനാ രീതികളെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നു. എന്തിനേറെ പറയണം, കഴിഞ്ഞ ദിവസം നീലകണ്ഠന്റെ വീട്ടിൽ വെച്ച് ദേവീ പൂജ നടന്നപ്പോൾ അവിചാരിതമായി അയാൾ അവിടെ എത്തി. നൽകപ്പെട്ട വിഭൂതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പൂജ നടത്തിയ പുരോഹിതന്മാർ അരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. ഒടുവിൽ അവരോടും പ്രസംഗിക്കാൻ തുടങ്ങി സുവിശേഷം. ഈശ്വര, നാം എന്താണ് ഈ കേൾക്കുന്നത്? ഈ കൊട്ടാരത്തിലെ സമർത്ഥനായ കാര്യക്കാരൻ ഇങ്ങനെ അപമര്യാദയായി പെരുമാറുകയോ? ഇതൊന്നും പോരാഞ്ഞിട്ട് ബ്രാഹ്മണ ആചാരങ്ങളെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടി. ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിൽ പിറന്നിട്ടും അയിത്ത ജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവരുടെ വീടുകൾ സന്ദർശിക്കുന്നു, എല്ലാവരും ഒന്നാണെന്നൊക്കെ പാടി നടക്കും. ക്രിസ്ത്യാനികളായാൽ അയിത്തം മാറിക്കിട്ടും, അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കൂ എന്നാണ് പ്രസംഗം. ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് അടങ്ങി നിൽക്കാൻ കഴിയുന്നില്ല തിരുമേനി. നമ്മുടെ കൊട്ടാരത്തിലെ സമർത്ഥനായ ആ കാര്യവിചാരകനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുമോ? അഗതിയാർ മഠത്തിലെ സ്വാമിജിയെ നാം നീലകണ്ഠനുമായി സംസാരിക്കാനായി പറഞ്ഞയക്കാം. വേണ്ട തിരുമേനി, ഞാൻ പറഞ്ഞയച്ചു. സ്വാമിജി സംസാരിച്ചു, ഒരു മാറ്റവുമില്ല. സംസാരിച്ചെങ്കിൽ സ്വാമിജിയെ എനിക്കൊന്ന് കാണണം. എന്റെ അടുക്കൽ വരാൻ പറയൂ. ഞാനിപ്പോൾ കൊണ്ടുവരാൻ തിരുമേനി. ഈ നീലകണ്ഠനെ കുറിച്ച് കേൾക്കുന്നതെല്ലാം ശരിയാണോ സ്വാമിജി? മതം മാറി, വീട് വിട്ടിറങ്ങി, കുടുംബവുമായി പിണങ്ങി, മറ്റൊരിടത്താണ് താമസം. ആരുപദേശിച്ചിട്ടും അനുസരിക്കുന്നില്ല. ഞാൻ പലവട്ടവും പറഞ്ഞു നോക്കി. ഇപ്പോൾ വാസം അയിത്ത ജാതിക്കാരോടൊപ്പമാണ്. അങ്ങ് സൈന്യാധിപനായി നിയോഗിച്ച ഡിലനോയ് എല്ലാ ഒത്താശയും നൽകുന്നുണ്ട്. മതം മാറുന്നതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ ഇപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന മട്ടിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആയതിനാൽ രാജ്യത്തേക്കുള്ള നികുതി അടയ്ക്കണ്ട എന്ന് പോലും അയാൾ രഹസ്യമായി ചിലരോട് പറയുന്നു. ബ്രാഹ്മണർക്ക് ഇപ്പോൾ ഒരു വിലയുമില്ലാതെയായി. ക്രിസ്ത്യാനികൾ ബ്രാഹ്മണരെ വകവയ്ക്കുന്നതേയില്ല. ഇങ്ങനെ പോയാൽ ഈ താഴ്ന്ന ജാതി ക്രിസ്ത്യാനികളെല്ലാം കൂടി നമുക്കെതിരെ ഒരു വിപ്ലവം അഴിച്ചു വിട്ടാൽ പോലും അതിൽ അതിശയമില്ല. ഓ, അപ്പോൾ ഇത്രമേലായി കാര്യങ്ങൾ അല്ലേ? സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എല്ലാ പിന്തുണയും ഞാൻ നൽകിയിട്ടും കൊട്ടാരത്തിനും രാജ്യ സംവിധാനങ്ങൾക്കും എതിരെ നിൽക്കാൻ അയാൾക്ക് എങ്ങനെ ധൈര്യം തോന്നി? ഇത് നാം പൊറുക്കില്ല. വേഗത്തിൽ നീലകണ്ഠനെ എന്റെ മുൻപിൽ ഹാജരാക്കൂ. നിൽക്കൂ. എന്താ മഹാരാജൻ, അങ്ങയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു? സ്വാമിജി, നീലകണ്ഠൻ ഒരു അബദ്ധമാർഗത്തിൽ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. നിങ്ങളെപ്പോലെയുള്ള പുരോഹിതന്മാരുടെ സങ്കടങ്ങൾ കാണാതിരിക്കാനും എനിക്ക് കഴിയില്ല. പക്ഷേ നീലകണ്ഠൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പോൾ അയാൾക്കെതിരെ ഒരു നടപടി എടുത്താൽ ക്രിസ്ത്യാനികളെല്ലാം ഒരുപക്ഷെ രാജാവിനെതിരാകും. ക്രിസ്ത്യാനികൾ മാത്രമല്ല, നീലകണ്ഠൻ ഇപ്പോൾ താഴ്ന്ന ജാതിക്കാരുടെ സംരക്ഷകനായതുകൊണ്ട് അവരെല്ലാം നമുക്കെതിരാകും. എന്തായാലും ഉയർന്ന ജാതിക്കാരെല്ലാം നീലകണ്ഠന്റെ വഴിയെ ക്രിസ്ത്യാനിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നീലകണ്ഠനെതിരെ ഒരു ശിക്ഷണ നടപടി സ്വീകരിച്ചാൽ ആഭ്യന്തര യുദ്ധത്തിൽ ചെന്ന് കലാശിച്ചാലോ എന്നൊരാശങ്കയുണ്ട്. അങ്ങനെ ഒരു അപകടമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും സ്വാമിജി, നീലകണ്ഠനെ ഒന്ന് വ്യക്തിപരമായി കാണണം. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാൻ പറയണം. ക്രിസ്ത്യാനിത്വത്തെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് അവനോടൊന്ന് പറയണം. രാജാവിന്റെ ഒരു അഭ്യർത്ഥനയായി അത് സ്വീകരിക്കാൻ അവനെ നിർബന്ധിക്കണം. സ്വാമിജി തന്നെ ആ ദൗത്യം ഏറ്റെടുക്കണം.
Hi, friends. I see that both of you are in deep prayers. My mind is very disturbed. What other way is there than prayer? I hope Nilkandan knows everything. Right? The king is calling the court. I understood that there will be a trial. എന്റെ ദൈവമേ, എന്താണ് എന്റെ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാജാവിന്റെ വിചാരണയോ? എന്താ എന്നോടൊന്നും പറയാത്തത്? ഇനി എന്ത് ചെയ്യും? Calm down, my sister. God will change everything for the good. Be hopeful in the God Almighty, and He will take care of everything. നിങ്ങൾക്കിതെന്ത് പറ്റിയടോ? നിങ്ങളെ വളർത്തിയ, നിങ്ങളെ ഈ രാജ്യത്തിന്റെ സമുന്നത സ്ഥാനങ്ങളിൽ എത്താൻ സഹായിച്ച കുടുംബത്തെ, മതത്തെ, വർഗത്തെ എല്ലാം മറന്നുകൊണ്ടുള്ള ഈ പോക്ക് എങ്ങോട്ടാണ്? ഇല്ല പ്രഭു, ഞാൻ ആരെയും അപകീർത്തിപ്പെടുത്തിയിട്ടില്ല, ആരെയും മറന്നിട്ടുമില്ല. സ്വന്തം ജീവൻ നൽകി എന്നെ വീണ്ടെടുത്തത് യേശുക്രിസ്തുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. അത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. യേശുക്രിസ്തു രക്ഷകനോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദനീയമല്ല എന്നറിയത്തില്ലേ? മഹാരാജൻ, അങ്ങ് എനിക്ക് തന്ന എല്ലാ ചുമതലകളും വളരെ സത്യസന്ധമായും വിശ്വസ്തയോടെയും നിറവേറ്റി എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങേക്കെതിരെയോ ഈ രാജ്യത്തിനെതിരെയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇപ്പോൾ ചില ദിവസങ്ങളിൽ രാജനിയമങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു. നിങ്ങളുടെ ജാതിയിൽപ്പെട്ടവർ ക്രിസ്ത്യാനികളായിക്കൂടാ എന്നറിയത്തില്ലേ? അത് ഈ രാജ്യത്തിന്റെ ഒരു കീഴ്വഴക്കമല്ല. മാത്രമല്ല, കൊട്ടാരത്തിന്റെ സൽക്കാരങ്ങളിൽ എന്തേ ഇപ്പൊ പങ്കെടുക്കുന്നില്ല? യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചു. ഇനി ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അതിന് എന്നെ അനുവദിക്കുന്നില്ല എങ്കിൽ രാജ്യം തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നീലകണ്ഠൻ, നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനിത്വത്തെ ഉപേക്ഷിക്കുക. ആ അഴുക്ക് ചാലിനെ എടുത്ത് നിങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കരുത്. നിങ്ങളെ രക്ഷിക്കാനാണോ ഞാനിത് പറയുന്നത്? എന്നെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ അനുവദിക്കുക. അത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. വേറൊന്നും എനിക്ക് വേണ്ട. മഹാരാജാവേ, അങ്ങേക്കെതിരെയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവവും പ്രാഗൽഭ്യവും എല്ലാം അംഗീകരിക്കും. പക്ഷേ ഇത് നിഗളം. ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചാൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറും. ഉറപ്പാണ്. നിങ്ങൾ ചെയ്തതെല്ലാം ഒരു ഈശ്വര പൂജയായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് ദൈവനിന്ദയാണ് നീലകണ്ഠൻ, ദൈവനിന്ദയാണ്. ഈ നന്ദിയില്ലാത്തവനെ തടവിലാക്കൂ. ഇയാൾക്കൊരു മാറ്റമുണ്ടാകുമോ എന്ന് ഞാൻ നോക്കട്ടെ. നീലകണ്ഠനെ തടവിലാക്കിയാൽ ആഭ്യന്തര വിപ്ലവം എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് ആശങ്കയുണ്ട്. മാത്രമല്ല, ഇലനോയി എല്ലാവിധ പിന്തുണയും നീലകണ്ഠന് കൊടുക്കുന്നുണ്ട്. അയാളുടെ നേതൃത്വത്തിൽ ഇനി പല വിദേശ പടയും നമുക്കെതിരെ വരുമോ? അതുകൊണ്ട് തടവിലാകുന്ന കാര്യം അധികം ആരും അറിയണ്ട. ഒന്നുകൂടെ അയാളോട് ഒന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനിത്വത്തെ ഉപേക്ഷിക്കാനും നമ്മുടെ മതത്തിലേക്ക് തിരിച്ചു വരാനും ഉപദേശിക്കണം. തിരുമനസ്, ഒരു വിദേശിയെ നമ്മുടെ സൈന്യാധിപനാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ നമുക്കെതിരാണ്. നമുക്ക് തടയാൻ കഴിയുന്നതിലും അപ്പുറം അവർ വലുതാണ്. അത്രയും അപകടമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കാം, കാര്യങ്ങൾ നമ്മുടെ വരുതിക്ക് വരും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയി നീലകണ്ഠനോട് സംസാരിക്കൂ. ബാക്കിയുള്ളത് പിന്നെ തീരുമാനിക്കാം.
മാന്യമഹാജനങ്ങളെ, തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പ്രജകളായ നന്മയുള്ളവരെ, മഹാരാജൻ മാർത്താണ്ഡവർമ്മയുടെ വിളംബരമാണിത്. രാജകൊട്ടാരത്തിലെ ഭരണ നിർവാഹകനും ഉന്നതകുല ജാതനുമായ നീലകണ്ഠൻ മതം മാറിയ കാരണത്താൽ രാജാവ് തടവിലാക്കിയിരിക്കുന്നു. ഉന്നതകുല ജാതരായ ആരെങ്കിലും മറ്റു മതങ്ങളിലേക്ക് മതം മാറ്റം നടത്തിയാൽ തിരുവിതാംകൂർ രാജ്യത്തിന്റെ കീഴ്വഴക്കമനുസരിച്ച് അത് രാജ്യ നിയമ ലംഘനമായി കണക്കാക്കും. തിരുവിതാംകൂട് ക്രിസ്ത്യൻ ദേവാലയത്തിലുള്ള എല്ലാ വിശ്വാസികളും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഇനിയും മതം മാറ്റം തുടർന്നാൽ ശിരച്ഛേദം ഉൾപ്പെടെയുള്ള കഠിന ശിക്ഷകൾ നടപ്പാക്കുമെന്ന് രാജാവിന്റെ അരുളപ്പാട്. കണ്ടോ രാജാവിന്റെ മനസ്സ് മാറിയത് കണ്ടോ? കുളച്ചൽ യുദ്ധത്തിൽ ജീവൻ മരണ പോരാട്ടത്തിൽ സ്വന്തം ജീവൻ ഹോമിച്ച് പോരാടിയവരിൽ ക്രിസ്ത്യാനികളായ മത്സ്യബന്ധന തൊഴിലാളികളും ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായ പാവപ്പെട്ടവർ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളായ താഴ്ന്ന ജാതിക്കാർ ഉണ്ടായിരുന്നു. ഡച്ചുകാരെ തൂത്തെറിഞ്ഞ ആ ഐതിഹാസിക വിജയം സ്വന്തമാക്കിയപ്പോൾ എല്ലാവരെയും രാജാവ് പുകഴ്ത്തിയിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികളാകുന്നത് അപരാധമായി കാണുന്നു. ശിരച്ഛേദം വരെ നടപ്പാക്കും എന്നാണ് ഭീഷണി. രാജാവിന് പൂർണ്ണ പിന്തുണ കൊടുത്ത നാമൊക്കെ ഇനി അത് പുനരാലോചിക്കേണ്ടിയിരിക്കുന്നു. പാവം ആ നീലകണ്ഠൻ, അദ്ദേഹം എത്രയധികം പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. കൊട്ടാരത്തിലെ കാര്യവിചാരകനായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. സൈനിക കോട്ടകളുടെ നിർമ്മാണത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ്. പ്രഗത്ഭനായ നീലകണ്ഠന്റെ സേവനങ്ങൾ ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എന്നാൽ ഇതാ തടവറയിലാക്കപ്പെട്ടിരിക്കുന്നു. കണ്ണിൽ ചോരയില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ മതത്തിന്റെ പേരിൽ ചെയ്യാൻ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് കഴിയുക? ബിയർ സാർ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ താങ്കൾ അറിയുന്നില്ലേ? താങ്കളുടെ ഉറ്റ സുഹൃത്തല്ലേ നീലകണ്ഠൻ? അദ്ദേഹത്തെ തടവിലാക്കിയപ്പോൾ താങ്കൾക്ക് മനസ്സ് പിടഞ്ഞില്ലേ? നീലകണ്ഠനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ക്രിസ്ത്യാനികളെ എല്ലാം കൂട്ടമായി ഉപദ്രവിക്കുകയാണ്. അനേകരെ ഇതിനോടകം കൊന്നുകഴിഞ്ഞു. ഉന്നത കുലജാതർക്ക് ക്രിസ്ത്യാനികൾ ആകാനേ പാടില്ല എന്ന നിയമം കൊണ്ടുവരുന്നു. എന്താണ് നടക്കുന്നത്? Calm down, Ananthapadmanabhan. I can understand your feelings, and I assure you that I will try my best to save Devasahayam. But at the same time, we have to save the Christians who are suffering persecution in the country today. Go and hide somewhere. I cannot handle this situation alone, so go some here and hide for a few days. This is for your own good. യുദ്ധസമയത്തുണ്ടായിരുന്ന നാടാർ വിഭാഗത്തിലെ ക്രിസ്ത്യൻ ആശാന്മാർ പലരെയും അവർ കൊന്നുകളഞ്ഞു. സൈനിക സംഘത്തിന്റെ ഭാഗമായ കരിക്കണ്ട മുത്തപ്പ, തൊമ്മായി ചിന്നത്തമ്പി, തൊമ്മൻ തിരുമുത്തുകുട്ടി എല്ലാവരെയും കൊന്നുകളഞ്ഞു. എന്നെയും വകവരുത്തും, എനിക്കറിയാം. God, what trials this country is going through. A land where thousands who have already sacrificed their lives for the sole reason of believing in you. Give repentance to this country and its rulers. Change the heart of the oppressors. I am helpless here, O Lord. അയ്യോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു അറിയുമോ? ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ തടവറയിൽ കിടക്കാനും മാത്രം എന്ത് പാപമാണ് നിങ്ങൾ ചെയ്തത്? ആരെയും ദ്രോഹിക്കാറില്ല, നല്ലത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എന്നിട്ടും എന്തേ ഇങ്ങനെ? ഇതെന്തൊരു കോലമാണ്! ഭക്ഷണമില്ലേ, ഉറങ്ങാനും പറ്റുന്നില്ലേ? നിങ്ങൾ എങ്ങനെയാ ഇവിടെ കഴിയാ? എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. Now there, calm down, dear sister. What if these adversities lead to the salvation of many? It is enough to count yourself lucky to experience the cross that Christ has gone through. I know my words cannot comfort you, but I can pray to God to give you divine peace. കഴിഞ്ഞ 10 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് നിനക്ക് സന്തോഷം ഞാൻ തന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. നിന്റെ മനസ്സ് കനലുകൾ അടങ്ങാത്ത ഒരു നെരിപ്പോടാണെന്ന് എനിക്കറിയാം. ദുഃഖം മാത്രം സമ്മാനിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. നീ എന്നോട് ക്ഷമിക്കുക. ഈ കഷ്ടതകളിലൂടെ
ഈ കഷ്ടതകളിലൂടെ കടന്ന് കടന്ന് നമ്മൾ സ്വർഗത്തിലെത്തിയാൽ അതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ? കർത്താവ് നിനക്ക് സമാധാനം നൽകട്ടെ. നീ ഇനി കരയാതിരിക്കുമ്പോഴാണ് നീ എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കരയരുത് ഒരിക്കലും. സമയമായി പോകാം. അയ്യോ, ആരാ ഇത്? ഇതാണ് ഇനി നമ്മെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന അടിമ. എന്താ, കൊള്ളാമോ? ഓ, ആരാചാരുടെ തലയിൽ ഇതൊക്കെയല്ലേ ഉദിക്കുള്ളൂ. പാവങ്ങളെ ഉപദ്രവിക്കുന്നത് മതിയാക്കിക്കൂടെ? നീയും കുട്ടികളും 4 നേരം തിന്നുന്നത് ഈ പണം തന്നെയല്ലേ? അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ഈ ആരാചാർ പണിയൊന്ന് മതിയാക്കണമെന്ന് എത്ര നാളായി പറയുന്നു? നോക്കാം. ഇവിടെ അടങ്ങിക്കിടന്നോളണം. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ആഹാരമൊന്നും കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? നിനക്കൊന്നും തരാൻ എനിക്ക് സൗകര്യമില്ല. തരുന്നത് തിന്നോണ്ട് കിടന്നോ. അയ്യോ, എന്റെ മോള്! അയ്യോ, ഒന്ന് പെട്ടെന്ന് വരണേ, മോക്ക് ശ്വാസം കിട്ടുന്നില്ല. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞ് മോളെ, എഴുന്നേൽക്ക്. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. അയ്യോ അയ്യോ. ആരാച്ചാരെ, നീ യേശുവിൽ വിശ്വസിച്ചാൽ ഒരു അത്ഭുതം കാണും, ഉറപ്പാണ്. എന്റെ കുഞ്ഞ് രക്ഷപ്പെടുമോ? യേശുവിൻ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്റെ കുഞ്ഞിന് സൗഖ്യം വന്നു കഴിഞ്ഞു. കുഞ്ഞിന് ശ്വാസം കിട്ടി തുടങ്ങി. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഓ, എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പ് തരാണ്. അങ്ങേ കൊല്ലാൻ പണം വാങ്ങിയ ആളാണ് ഞാൻ. അങ്ങേ ഉപദ്രവിക്കാൻ എനിക്കാവില്ല. അങ്ങൊരു ദൈവ മനുഷ്യനാണ്. എന്നോട് ക്ഷമിക്കൂ. സാരമില്ല, യേശുവിൽ വിശ്വസിക്കൂ. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ വേഗത്തിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുക്കൂ. ഓഹോ, നീ ഇവിടെ നല്ല ഭക്ഷണം കഴിച്ച് സുഖിച്ച് ജീവിക്കുകയാണല്ലേ? കൊള്ളാമല്ലോ. ആരാച്ചാരെ, നിങ്ങൾ ചതിയനാണ്. കൊല്ലാൻ ഏൽപ്പിച്ച ആളെ നിങ്ങൾ തീറ്റിപ്പോറ്റി. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത്. ഇയാളൊരു ദൈവ മനുഷ്യനാണ്. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇദ്ദേഹമാണ് മരിക്കാൻ കിടന്ന എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയത്. ദയവായി ഇദ്ദേഹത്തിന് ഉപദ്രവിക്കരുത്. രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളെ രക്ഷിക്കുകയോ? ഛേ, സാധ്യമല്ല. നമുക്കിവിടെ നിന്ന് ഇവനെ കൊണ്ടുപോകാം. അദ്ദേഹത്തെ ഒന്ന് വെറുതെ വിടൂ. നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലാനാണ് നോക്കുന്നത്. മാന്യമഹാജനങ്ങളെ, പട്ടാളത്തിന്റെ പിടിയിലായ നീലകണ്ഠൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ദേവസഹായം എന്ന് മറുപേരുള്ള ഈ മനുഷ്യൻ മതം മാറിയ കാരണത്താൽ രാജാവ് കുറ്റം വിധിക്കുന്നു. മേലിൽ ആരും ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യരുതെന്ന് രാജാവ് തന്റെ അധികാരത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവിന്റെ കൽപ്പന മറുത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ നീലകണ്ഠൻ ശിക്ഷിക്കപ്പെട്ടതുപോലെ ശിക്ഷിക്കപ്പെടും. നടക്കട മുന്നോട്ട്. വെള്ളം ദാഹിക്കുന്നു. വെള്ളം. എന്റെ ദൈവമേ, നിന്റെ കരുതലുകൾ വലിയതപ്പാ. ഈ അനർത്ഥത്തിലും നീ എനിക്ക് ദാഹജലം ഒരുക്കിയല്ലോ. തലമുറകൾക്ക് ഇത് സാക്ഷ്യമായി മാറട്ടെ. നന്ദി ദൈവമേ, നന്ദി. എൻ്റെ ജീവനെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നടക്കട മുന്നോട്ട്. നീ ക്രിസ്തു വിശ്വാസം കൈവെടിയുന്നു.
ഇപ്പോൾ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇവിടെ മരിക്കും. ഉയർന്ന ജാതിക്കാരനായ നീ ക്രിസ്തുമതം സ്വീകരിച്ചത് രാജ്യ നിയമങ്ങൾക്ക് വിരുദ്ധമായി കരുതുന്നുണ്ട്. മരണമല്ലാതെ മറ്റൊരു ശിക്ഷ ഇതിനില്ല. പറയൂ, ക്രിസ്തു വിശ്വാസം ഉപേക്ഷിച്ചെന്ന് പറയൂ. മരിക്കേണ്ടി വന്നാലും ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിക്കയില്ല. ക്രിസ്തു വിശ്വാസത്തിൽ ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും നിശ്ചയം. എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ ഈ വിശ്വാസത്തിൽ നിലനിൽക്കും. യേശുവേ, യേശുവേ, യേശുവേ. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി.